കളി കാര്യമായിരിക്കുകയാണ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഓരോ ജയം വീതം നേടി പരമ്പരയിൽ 1-1 ഒപ്പമെത്തിയതിനാൽ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ മൂന്നാം അംഗം തീ പാറുമെന്ന് ഉറപ്പ്. ധരംശാലയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടാൽ പഴി ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്നത് കോച്ച് ഗൗതം ഗംഭീർ തന്നെയാകും. അതുകൊണ്ട് തന്നെ പിടിവാശി വെടിയാനാകും ഗംഭീറിന്റെ പ്ലാൻ. സഞ്ജുവിനെ മറന്ന ഗില്ലിനെ വെച്ചുള്ള ഗംഭീറിന്റെ കളിയിൽ മുൻ താരങ്ങളും ആരാധകരും അമർഷവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പരിതാപകരമായ പ്രകടനം തുടർന്നിട്ടും ഗില്ലിനെ വെച്ചുള്ള ഭാഗ്യപരീക്ഷണം തെറ്റാണെന്ന് വീണ്ടും വീണ്ടും കാണേണ്ടി വന്നു. അതിനുള്ള വിയോജിപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഗംഭീറിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് 11നെയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. എന്നാൽ മൂന്നാം അംഗത്തിൽ ടീമിൽ മാറ്റം വരുത്തിയേ മതിയാകൂ. ഗംഭീറിനെതിരെ വികാരമുയർന്ന സാഹചര്യത്തിൽ മൂന്നാം T20യിൽ മാറ്റങ്ങളോടെ തന്നെയാകും ഇന്ത്യ ഇറങ്ങിയേക്കുക. നിലവിലുള്ള പിഴവുകൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഓപ്പണിംഗ് കോമ്പിനേഷനാണ് ഇതിൽ ആദ്യത്തേത്. ഫോം കണ്ടെത്താൻ പെടാപ്പാടുപെടുന്ന ഉപനായകൻ ശുഭ്മൻ ഗില്ല് തന്നെയാണ് പ്രധാന തലവേദന. ഉപനായകനായതുകൊണ്ടും വരാൻ പോകുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി കളിച്ചു തെളിയാനുമാണ് ഗില്ലിന് വാരിക്കോരി അവസരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വന്നതിലും വേഗത്തിൽ ഗോൾഡൻ ഡക്കായി മടങ്ങിയതോടുകൂടി ഗില്ലിനെ ഇനിയും ടീമിൽ നിലനിർത്തുന്നത് പന്തിയല്ല എന്ന ബോധ്യം ഗംഭീറിനുണ്ടാകും. ഈ വർഷം കളിച്ച 12 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും കുറിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊരാളെ ബാധ്യതയായി കൊണ്ടു നടക്കുന്നതാണ് ടീം മാനേജ്മെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം.